തിരിച്ചറിയാൻ കഴിയാത്ത ഒട്ടേറെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നു. പുത്തുമല ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയിൽ കൂട്ടമായി സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ. ഹാരിസൺ പ്ലാന്റേഷൻ്റെ ഭൂമി അവർ അത് വിട്ടു നൽകിയിരുന്നു കൂട്ട സംസ്കാരം നടത്തുന്നതിന് വേണ്ടി. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടത്തുന്നു. സർവ്വമത പ്രാർത്ഥനയോടെയാകും സംസ്കാരം നടക്കുക. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹമാണ് ഈ തരത്തിലേക്ക് സംസ്കരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അത് ഔദ്യോഗിക തീരുമാനമായി തന്നെ പ്രഖ്യാപിച്ചതാണ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. വിശദാംശങ്ങൾ. അനുജ, അക്ഷരാർത്ഥത്തിൽ ഉള്ളുപൊള്ളുന്ന കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തുമലയിലാണ്. പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിലാണ്. 2019 ഒരു വലിയ ദുരന്തം ആഴ്ചകളോളം നമ്മൾ ലൈവ് ചെയ്യേണ്ടി വന്ന ഒരു ദുരന്ത ഭൂമിയാണ് പുത്തുമല. ആ പുത്തുമലയിലേക്കാണ് മുണ്ടക്കയിൽ നിന്നും അതുപോലെ തന്നെ പുഞ്ചിരിമറ്റത്ത് നിന്നും അതുപോലെ ചൂരൽമലയിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങൾ എത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആകാശ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇവിടെ കൂട്ടമായി മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി ഓരോ കുഴികൾ തയ്യാറാക്കുകയാണ്. അവിടെ JCB ഒരു ഭാഗത്ത് മുണ്ടക്കയിലും ചൂരൽമലയിലും JCB ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള കുഴികൾ തീർക്കുകയാണ് JCB ഉപയോഗിച്ചുകൊണ്ട്. നാട്ടുകാരുടെ വലിയ സഹകരണമുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ചുമതല മുഖ്യമന്ത്രി തലത്തിലുള്ള യോഗത്തിൽ തീരുമാനിച്ചത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ ചുമതല. അതിൻ്റെ മൊത്തം ചുമതല മോണിറ്ററിംഗ് നടത്തുക ജില്ലാ കലക്ടറാണ് എന്നുള്ളതാണ്. നമുക്ക് ഒരു നാടാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന അതിനുശേഷമുള്ള സംസ്കാര ചടങ്ങിലേക്ക് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. രാജേഷ് ഇങ്ങോട്ടേക്ക് ക്യാമറ പാൻ ചെയ്യുമ്പോൾ ഈ നാട്ടുകാർക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കേണ്ടതുണ്ട്. എത്രമാത്രം വേദനാജനകമാണ്? പഞ്ചായത്ത് ചെയർമാനാണത് സംസാരിച്ചത്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏകദേശം പുത്തുമല ആ ദുരന്തം നടന്ന അതേ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 17ഓളം ആളുകൾ നഷ്ടപ്പെട്ടത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇന്ന് അതേ ഭൂമിയിലാണ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സഹോദരന്മാർ, സഹോദരികൾ, അതുപോലെ തന്നെ പിഞ്ചു മക്കൾ, അവരൊക്കെ ഒരുപാട് പേരെ ഇന്നിവിടെ എത്തിയിട്ടുള്ള ബന്ധുക്കളാണ്. അവർക്ക് അവരുടെ ബന്ധുക്കളെ തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് മറവ് ചെയ്യുന്നതിൽ അവരാരെങ്കിലും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവരെല്ലാം വേദനിക്കുന്ന മനസ്സോടുകൂടി ഇവിടെ എത്തിയിട്ടുള്ളത്. അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് ഈ കുഴിയിലേക്ക് സംസ്കരിക്കാൻ പോകുന്നത്. അതായത് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള മൃതദേഹങ്ങൾ. അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മൃതദേഹങ്ങൾ മാത്രമല്ല, ശരീരഭാഗങ്ങൾ. മൃതദേഹങ്ങൾ ഏതാണ്ട് 26 എണ്ണമാണ് ഇന്ന് സംസ്കരിക്കാൻ പോകുന്നത്. അതുകൂടാതെ 40ഓളം ശരീരഭാഗങ്ങൾ. ക്യാമറമാൻ രാജേഷ് വളരിക്കൊണ്ട് ഒന്നുകൂടി ഇങ്ങോട്ട് പാൻ ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചായത്ത് അംഗം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വേളയിൽ. അത്യന്തം വേദനാജനകമാണ്. പഞ്ചായത്തിനാണ് ക്രിമിയേഷൻ്റെ ചുമതല. തീർച്ചയായിട്ടും പഞ്ചായത്തിനാണ് അതിൻ്റെ ചുമതല. ഇന്നലെ മുതൽ ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ HML കമ്പനിയായിട്ട് സംസാരിച്ച് ഭൂമിയുമായി ധാരണ ഉണ്ടാക്കി. ഇന്ന് രാവിലെ ഭൂമി സർവേ ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്തു. ഇതിൻ്റെ പ്രൊസീഡിങ്സ് വരാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് മൃതശരീരം സംസ്കരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് എല്ലാ കാര്യത്തിനും റെഡിയായി നിൽക്കുകയാണ്. അതിനകത്ത് വളരെ എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കാൻ പോകുന്നത്? ഇപ്പോൾ നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ളത് ഏകദേശം 87ഓളം ഭാഗങ്ങളടക്കം 87ഓളം ഉണ്ടാണെന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ തിരിച്ചറിഞ്ഞത് 29 ആണുള്ളത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഏകദേശം 29 മൃതദേഹങ്ങളുണ്ട്. അതും അതിൻ്റെ ഒപ്പം ബോഡിൻ്റെ അവയവങ്ങൾ കിട്ടിയതുകൊണ്ട് അതിൻ്റെ വ്യക്തമായ കണക്ക് അവർ വന്നതിന് ശേഷം ചെയ്യാണ്ട് 29 ഫുൾ ബോഡി ആയിട്ടുള്ളത് 29 ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇവിടെ എത്ര കുഴികളാണ്? ഇപ്പോൾ 29 വലിയ കുഴികൾ, ഫുൾ ബോഡിക്കുള്ള കുഴികളാണ് ഇപ്പോൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉള്ളത്. ഇനി ബാക്കി അവിടുന്ന് ബോഡി എടുക്കാനുള്ള പൊസിഷൻസ് ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ബോഡി എടുത്തുകൊണ്ട് അവർ വരും. ഇതിൽ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുത്തുമല കഴിഞ്ഞ 2019 ഒരു വലിയ ദുരന്തം നിങ്ങൾ ഏറ്റുവാങ്ങി. വീണ്ടും അതിനേക്കാൾ വലിയ, അതിൻ്റെ 10 മടങ്ങ് വലിയ ദുരന്തമാണ് ഇപ്പോൾ വീണ്ടും ഏറ്റുവാങ്ങുന്നത്. ഒരു നാടിന് താങ്ങാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും ഒരിക്കലും പഞ്ചായത്തിനെ സംബന്ധിച്ച്, നാടിനെ സംബന്ധിച്ച് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. ഇതെങ്ങനെ മറികടക്കുമെന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയും പഞ്ചായത്തിനില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലും അതുപോലെ തന്നെ ഈ പുനരധിവാസ പദ്ധതി വേഗത്തിലായെങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത നമ്മുടെ മുന്നിലുള്ളൂ. കാരണം ഒരു വലിയ ഉരുൾപൊട്ടലായ പ്രദേശത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനേക്കാളും ഭയാനകമായ ഒരു സ്ഥലത്താണ് ഉള്ളത്. അത് അത്രയും വലിയ കുടുംബങ്ങളെ നമുക്ക് പുനരധിവസിപ്പിക്കുന്നുണ്ട്. ക്യാമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വാടകയ്ക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും വാടകയ്ക്ക് പോകേണ്ടി വരും. ഇവർക്ക് സ്വന്തം ഉടുത്ത തുണിയല്ലാണ്ട് വേറെ ഒന്നും ഒരു കയ്യിലില്ല. ഒരു വാടക വീട് കണ്ടെത്തണം. അവരെ വാടക കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഇനി ആവശ്യമാണ്. ഈ മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കുമ്പോൾ ആരെന്ന് തിരിച്ചറിയാതെ വിവിധ മതാചാര ചടങ്ങുകൾ പ്രകാരമുള്ള സംസ്കാരം നടക്കുകയാണ്.
എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാൻ? അത് സർവ്വമത പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് ഇവിടെ സംസ്കാര ചടങ്ങ് നടക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു മത അധ്യക്ഷന്മാരുടെ കൂടെ. അപ്പോൾ അതിൻ്റെ ഒക്കെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. അനുജ, ഒരു നാടിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ദുരന്തമാണ് ഈ പഞ്ചായത്ത് ഏറ്റുവാങ്ങിയത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുത്തുമല തന്നെ 2019 അനുജി ഓർക്കുന്നുണ്ടാവും, നമ്മളെല്ലാം തന്നെ ഇവിടെ നിന്നും തത്സമയ സംപ്രേഷണം നടത്തിയത്. പക്ഷേ എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴേക്കും നമ്മൾ അന്ന് നമ്മൾ ആശിച്ചത്, പ്രത്യാശിച്ചത്, പ്രാർത്ഥിച്ചത് തർമ്മണമാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുത്തുമലയിൽ ഇപ്പോൾ കൂട്ട സംസ്കാരം നടക്കുകയാണ്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഭൂമിയിലാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കൂട്ട സംസ്കാരം നടക്കുന്നത്. വിവിധ മതങ്ങളുടെ അനുഷ്ഠാനങ്ങളോടും പ്രാർത്ഥനകളോടും തന്നെയാണ് ഈ സംസ്കാരം അവിടെ അരങ്ങേറുന്നത്. ഒരുപക്ഷെ വലിയ വേദനയോടെ ആയിരിക്കും ഈ സംസ്കാര ചടങ്ങിൽ ആളുകൾ പങ്കെടുക്കുന്നത്. ഇവിടെ സംസ്കരിക്കപ്പെടുന്ന ആളുകൾ ആരെന്നോ അവരെവിടെ നിന്ന് വന്നെന്നോ അവരെവിടെയായിരുന്നു താമസമെന്നോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഭൂമിയിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംസ്കാരം അവിടെ നടക്കുന്നത്. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുത്തുമലയിലാണ് ഈ സംസ്കാരം നടക്കുന്നത്. പുത്തുമല നിങ്ങൾക്കറിയാം, അവിടെ ഇതുപോലൊരു വലിയ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായിട്ട് ഒരുപാട് കാലമായില്ല. അപ്പം ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ മുണ്ടക്കയിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിന് രക്തസാക്ഷിയായ ആളുകളുടെ സംസ്കാരം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുത്തുമലയും അതുപോലെ കവളപ്പാറയും ഒക്കെ തന്നെ നമ്മുടെ ഓർമ്മകളിലെ ഏറ്റവും വലിയ നടുക്കമാണ്. മറ്റൊരു നടുക്കവുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ സംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്.